നമുക്കറിയാം പലതരത്തിലുള്ള പ്രോബ്ലം കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് അപകടങ്ങൾ നടക്കാറുണ്ട്. സാധാരണ മറ്റുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന അപകടം എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ടെങ്കിലും അതിനെ മെയിൻ ആയിട്ടുള്ള കാരണമായിട്ട് ഗവൺമെൻറ് പറയുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് കൊണ്ടുള്ള അപകടം. സത്യമാണ്, മദ്യപിച്ചുകൊണ്ട് അപകടം ഒരുപാട് തരത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് കൂടാതെ തന്നെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടും അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ പല കാര്യങ്ങളെന്ന് പറയാം. ഒന്ന് ഉറക്കക്ഷീണം എന്ന് പറയാം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് ചില കാര്യങ്ങളെന്ന് പറയാം. പക്ഷെ ടെക്നിക്കലായിട്ട് ഓരോ ഡ്രൈവർമാരും ചെയ്യേണ്ട ചില കടമകളുണ്ട്. ആ കടമകൾ ചെയ്യാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു വലിയ അപകടം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇൻഡിക്കേറ്റർ ഇടുന്ന ഒരു കാര്യം. ഓക്കെ, ഞാൻ ഈ ഒരു കാര്യം പറയുന്നതിന് മെയിൻ കാര്യം വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഗതാഗത വകുപ്പിന് വേണ്ടി അല്ലെങ്കിൽ KSRTCക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ കൂടി അതിൻ്റെ ഉൾപ്പെടുത്തി ചെയ്യുവാണെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപകടങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ കം ടു പോയിന്റിലേക്ക് വരാം. വേറൊന്നുമല്ല, ഇൻഡിക്കേറ്റർ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഞാൻ പറയാം, നമ്മുടെ നാട്ടിലെ എത്ര വണ്ടിക്ക് ഇൻഡിക്കേറ്റർ ഉണ്ട്? ഇനി വണ്ടിക്കുള്ള ഇൻഡിക്കേറ്റർ ആണെങ്കിൽ എത്ര പേര് ഇടാറുണ്ട്? ചില വണ്ടിക്കൊന്നും ഇൻഡിക്കേറ്ററുകളേ ഇല്ല. അത് ഈ പറഞ്ഞ പോലെ 2 വീലർ 4 വീലർ എന്നൊന്നും ഒരു വ്യത്യാസം വേണ്ട. റോട്ടിൽ ഇറങ്ങുന്ന എല്ലാ വണ്ടികൾക്കും, എല്ലാ മോട്ടോർ വണ്ടികൾക്കും ഇൻഡിക്കേറ്റർ വേണം എന്നുള്ളത് നിയമമാണ്. പക്ഷേ ഇത് എത്ര പേര് പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് സംശയം. ഞാൻ പറയാം, അത് 2 വീലർ ആണെങ്കിലും ശരി, 4 വീലർ ആണെങ്കിലും ശരി, പല വാഹനങ്ങൾക്കും ഇൻഡിക്കേറ്റർ ഇല്ല. ഇനി ഉള്ള ഇൻഡിക്കേറ്റർ ആണെങ്കിൽ ഒരാളോട്ട് ഇടാറുമില്ല. ഇനി എങ്ങാനും ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ അതൊട്ടും ബൾബോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവത്തുമില്ല. ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണോ ഇല്ലയോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് ഓടുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പീഡൊക്കെ ഓടുന്നതുമായ നമ്മുടെ ബസ്, ഈ ബസ്സിൽ KSRTC ഒന്നും തരംതിരിക്കേണ്ട അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സൊന്നും തരംതിരിക്കേണ്ട, രണ്ടും കണക്കാം. ഇത് രണ്ടിൻ്റെയും എത്ര ഇൻഡിക്കേറ്ററുകൾ നമുക്കറിയാം. ഓരോ ബസ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പും ഇൻഡിക്കേറ്റർ ഇട്ട്, ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ട് സ്റ്റോപ്പിനോട് അടുത്ത് നിൽക്കണം. അതാണ് അതിൻ്റെ റൂള്. എത്ര വാഹനങ്ങൾ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓരോ ദിവസം വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ പോകുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാൻ പറ്റും. ഇനി നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓടിക്കുന്ന വണ്ടികളിലും എത്ര പേർ ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കണം. വളരെ സിമ്പിളായ ഒരു കാര്യമാണ്, വളരെ എഫക്റ്റീവ് ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഇതിൻ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. വളരെ നന്നായിരിക്കും. കാരണം ടാക്സി വണ്ടികൾ 2 വർഷം കൂടുമ്പോൾ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർ ഈ പറഞ്ഞ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ തയ്യാറാക്കും. പക്ഷേ ഇവർ പലരും ഇടാറില്ല.